നമസ്കാരം, ഞാൻ ഡോക്ടർ റെനി സക്കറിയ, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ കൺസൾട്ടൻറ്റ് ഒഫ്താൽമോളജിസ്റ്റ് ആൻഡ് പീപ്പിൾ സർജൻ. ഞാൻ ഇന്നിവിടെ സംസാരിക്കുന്നത് തിമിരത്തിൻ്റെ ചികിത്സാ രീതികളുമാണ്. ക്യാമറയിലുള്ള പോലെ തന്നെ കണ്ണിൻ്റെ അകത്തും ഒരു ലെൻസ് ഉണ്ട്. കണ്ണിൻ്റെ ലെൻസ് അതാര്യമാകുന്ന മൂലം കണ്ണിൻ്റെ കാഴ്ച മങ്ങുന്ന രോഗത്തെയാണ് തിമിരം എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് തിമിരം ഉണ്ടാകുന്നത്? തിമിരം ഉണ്ടാകാനുള്ള പ്രധാന കാരണം പ്രായം കൂടുന്നതുകൊണ്ടാണ്. അതുകൂടാതെ കണ്ണിന് ക്ഷതമേൽക്കുന്നതുകൊണ്ടും കണ്ണിൻ്റെ രോഗങ്ങൾ, കണ്ണിൻ്റെ അകത്ത് നീർക്കെട്ട് വരുന്നതുകൊണ്ട്, ദീർഘകാലം സ്റ്റിറോയിഡ് യൂസ് ചെയ്യുന്നതുകൊണ്ട് കണ്ണിൻ്റെ അകത്ത് തിമിരം ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. എന്തൊക്കെയാണ് തിമിരത്തിൻ്റെ ലക്ഷണങ്ങൾ? പ്രധാനമായും കണ്ണിൻ്റെ കാഴ്ച മങ്ങുന്നതാണ് നമ്മൾ കാണുന്നത്. ഒരു മഞ്ഞിലൂടെ നോക്കുന്ന പോലെയാണ് രോഗിക്ക് അനുഭവപ്പെടുന്നത്. ഇതുകൂടാതെ നിറങ്ങൾ മങ്ങുന്നത് പോലെയും, പിന്നെ ഒരു ലൈറ്റ് സോഴ്സിലേക്ക് നോക്കുമ്പോൾ അതിൻ്റെ ചുറ്റും ഡിഫ്യൂസ് ലൈറ്റായിട്ട് ഹാലോസ് പോലെ കാണാനും ഉള്ള ചാൻസ് ഉണ്ട്. തിമിരത്തിനുള്ള ചികിത്സാ രീതികൾ എന്തൊക്കെയാണ്? കണ്ണിൻ്റെ അകത്തുള്ള തിമിരം മാറ്റി കണ്ണിൻ്റെ അകത്ത് ഒരു ഇൻട്രാഓക്കുലർ ലെൻസ് വയ്ക്കുകയാണ് ചെയ്യുന്നത്. ഇതിനായിട്ട് രണ്ട് തരത്തിലുള്ള സർജറീസാണ് ഉള്ളത്. ഒന്ന് SICS, സ്മോൾ ഇൻസിഷൻ കാറ്ററാക്ട് സർജറി. രണ്ടാമത്തെ ഫേക്കോ എംൾസിഫിക്കേഷൻ അഥവാ കീഹോൾ കാറ്ററാക്ട് സർജറി. SICSൽ നമ്മൾ കണ്ണിൻ്റെ സ്ക്ലീറയിൽ ഒരു 6 മില്ലിമീറ്റർ ഇൻസിഷൻ ഇട്ട് അതിലൊരു ടണൽ ഉണ്ടാക്കി അതിലൂടെയാണ് നമ്മൾ തിമിരം എടുത്ത് മാറ്റുന്നത്. അതേ ടണലിലൂടെ തന്നെ നമ്മളൊരു കണ്ണിൻ്റെ അകത്തൊരു ഇൻട്രാഓക്കുലർ ലെൻസ് വയ്ക്കുന്നു. ഫേക്കോ എംൾസിഫിക്കേഷൻ നമ്മളൊരു 3 മില്ലിമീറ്റർ ഇൻസിഷൻ കൃഷ്ണമണിയിൽ ഇട്ടിട്ട് ഒരു കമ്പ്യൂട്ടർ മെഷീൻ യൂസ് ചെയ്ത് കണ്ണിൻ്റെ അകത്തൊരു ഫേക്കോ പ്രോബ് ഇട്ട് അതിലൂടെ തിമിരം എടുത്ത് മാറ്റുകയാണ് ചെയ്യുന്നത്. അതേ 3 മില്ലിമീറ്റർ ഇൻസിഷനിലൂടെ ഒരു ഫോൾഡബിൾ ഇൻട്രാഓക്കുലർ ലെൻസ് കണ്ണിൻ്റെ അകത്ത് വയ്ക്കുന്നു. അപ്പോൾ എന്തൊക്കെ ടൈപ്പ് ഇൻട്രാഓക്കുലർ ലെൻസുകളാണ് ഉള്ളത്? 4 തരത്തിലുള്ള ലെൻസുകളാണ് പ്രധാനമായിട്ട് ഉള്ളത്. ഒന്ന് മോണോഫോക്കൽ ലെൻസ്, രണ്ടാമത്തെ EDF ലെൻസ്, മൂന്നാമത്തെ മൾട്ടിഫോക്കൽ ലെൻസ്, നാലാമത്തെ ടോറിക് ലെൻസ്. മോണോഫോക്കൽ ലെൻസ് എന്ന് പറഞ്ഞാൽ ഒറ്റ ഫോക്കസേ ഉള്ളൂ. അത് ഡിസ്റ്റൻറ്റ് വിഷനാണ് കറക്റ്റ് ചെയ്യുന്നത്. എക്സ്റ്റൻഡഡ് ഡെപ്തിൽ ഡിസ്റ്റൻറ്റ് വിഷൻ കൂടാതെ ഇൻ്റർമീഡിയറ്റ് വിഷനോടും കിട്ടുന്നു. ഇൻ്റർമീഡിയറ്റ് വിഷൻ എന്ന് പറഞ്ഞാൽ ഒരു 60 മുതൽ 70 സെൻറ്റിമീറ്റർ വരെയുള്ള വിഷനാണ്. മൂന്നാമത് മൾട്ടിഫോക്കൽ ലെൻസിൽ ഡിസ്റ്റൻസും ഇൻ്റർമീഡിയറ്റും കൂടാതെ നിയർ വിഷനോടും കിട്ടുന്നു, അടുത്തുള്ള വിഷനോടും കിട്ടുന്നു. അതായത് 30 മുതൽ 40 സെൻറ്റിമീറ്റർ വരെയുള്ളൂ. ഇത് കൂടാതെ കണ്ണിന് അസ്റ്റിഗ്മാറ്റിസം ഉണ്ടെങ്കിൽ, കൃഷ്ണമണിയുടെ വളവ് കൊണ്ടുവരുന്ന അസ്റ്റിഗ്മാറ്റിസം ഉണ്ടെങ്കിൽ അതും കൂടി നമുക്ക് ടോറിക് ലെൻസ് വെച്ച് കറക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ പറഞ്ഞ 3 ലെൻസുകളിൽ നമുക്ക് ഈ ടോറിക് പ്രോപ്പർട്ടി വേണമെങ്കിൽ കമ്പൈൻ ചെയ്തിട്ട് ചെയ്യുകയാണെങ്കിൽ പേഷ്യൻറ്റിന് മാക്സിമം വിഷൻ കിട്ടാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പോൾ ഏത് ലെൻസാണ് പേഷ്യൻ്റ് ചൂസ് ചെയ്യേണ്ടത്? ലെൻസ് ചൂസ് ചെയ്യാനായിട്ട് 1-2 ഫാക്ടേഴ്സ് ഉണ്ട്. ഒന്ന്, എത്ര ക്ലാരിറ്റി വേണം. രണ്ടാമത്, കണ്ണട ഒഴിവാക്കണോ വേണ്ടി എന്നുള്ളതാണ്. നല്ല ക്ലാരിറ്റി വേണമെങ്കിൽ മോണോഫോക്കൽ ലെൻസ് അല്ലെങ്കിൽ എക്സ്റ്റൻഡഡ് ഡെപ്ത് ഓഫ് ഫോക്കസ് ലെൻസാണ് ചൂസ് ചെയ്യേണ്ടത്. വേറെ കണ്ണട ഒഴിവാക്കണമെങ്കിൽ മൾട്ടിഫോക്കൽ ലെൻസ് ആയിരിക്കും ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ. രണ്ടാമത്, പേഷ്യൻ്റെ വർക്കും ലൈഫ് സ്റ്റൈൽ അനുസരിച്ചും ലെൻസുകൾ ചൂസ് ചെയ്യാൻ പറ്റും. ഇപ്പം നല്ല നിയർ വർക്ക് ആവശ്യമുള്ള ഒരു പേഷ്യൻ്റ് ആണെങ്കിൽ അവർക്ക് മൾട്ടിഫോക്കൽ ലെൻസ് ആയിരിക്കും ഏറ്റവും ബെസ്റ്റ് ചോയ്സ്. ഔട്ട്ഡോർ ആക്ടിവിറ്റി ചെയ്യുന്ന ആളുകളാണെങ്കിൽ അവർക്ക് മോണോഫോക്കൽ ലെൻസും, ഔട്ട്ഡോറും ഇൻഡോർ ആക്ടിവിറ്റിയും അധികം റീഡിങ് ആവശ്യമില്ലാത്തവർക്ക് എക്സ്റ്റൻഡഡ് ഡെപ്ത് ഓഫ് ഫോക്കസ് ലെൻസ് ആയിരിക്കും ആവശ്യമുള്ളത്. അപ്പോൾ ഓരോ പേഷ്യൻറ്റിന് അവർക്ക് ആവശ്യത്തിനനുസരിച്ച് നമ്മൾ കണ്ണിൻ്റെ അളവെടുത്ത് കസ്റ്റമൈസ് ചെയ്ത് നമുക്ക് ഇൻട്രാഓക്കുലർ ലെൻസ് ഓർഡർ ചെയ്യാനും കണ്ണിൻ്റെ അകത്ത് വയ്ക്കാനും പറ്റുന്നു. ഇതൊക്കെയാണ് തിമിരത്തിൻ്റെ ചികിത്സാ രീതികൾ.